ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ ടെക്സ്റ്റുകൾക്ക് ഫ്രെയിം കൊടുക്കുന്നത് എങ്ങനെയെന്നാണ്. വളരെ ഈസിയായി എങ്ങനെ ഓട്ടോകാഡിൽ ടെക്സ്റ്റുകൾക്ക് ഫ്രെയിം കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഫ്രെയിം കൊടുക്കാം. അതായത് റെക്റ്റാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തതിന് ശേഷം ടെക്സ്റ്റിൻ്റെ ഇവിടെ സെലക്ട് ചെയ്ത് ഇതുപോലെ ഫ്രെയിം കൊടുക്കാം. ഇങ്ങനെ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഈ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ഇവിടെ മേക്ക് എന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം ഈ ഫ്രെയിമിൽ നിന്നും പുറത്തായി. ഒരു ടെക്സ്റ്റിന് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഫ്രെയിം കൊടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് അടിച്ച് ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നു. Mtext എന്ന് അടിച്ച് ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിന് ഫ്രെയിം കൊടുക്കണം. ഞാൻ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ അടിച്ച് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+1 അടിച്ചാലും മതി. അപ്പോഴും പ്രോപ്പർട്ടീസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിങ്ങനെ താഴോട്ട് നീക്കി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റ് ഫ്രെയിം എന്നത്. അത് ഇപ്പോൾ നോ ആണ് ഉള്ളത്. അത് അവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ യെസ് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടെക്സ്റ്റിന് ഫ്രെയിം വന്നു കഴിഞ്ഞു. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനനുസരിച്ച് ആ ഫ്രെയിം എക്സ്റ്റെൻഡ് ആവുന്നതായിരിക്കും. അതാ ആ ഫ്രെയിമും അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ആയി. ഞാനിപ്പോൾ ഇതിങ്ങനെ വലുതാക്കി വെക്കുന്നു. ഇനി റൊട്ടേഷനുള്ള ടെക്സ്റ്റ് ആയാലും എങ്ങനെ ആയാലും അത് വരുന്നതായിരിക്കും. ഞാൻ ഇതിൻ്റെ കോപ്പി എടുക്കുന്നു. പക്ഷേ ഇത് ടെക്സ്റ്റ് ക്ലിയർ ആക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ കോപ്പി എടുക്കുന്നു. നാല് കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൊട്ടേഷൻ കൊടുക്കുന്നു. ഇത് ഞാൻ 90 ഡിഗ്രി കൊടുക്കുന്നു. ഇത് 45 ഡിഗ്രി കൊടുക്കുന്നു. ഇത് -45 കൊടുക്കുന്നു. ഇതൊരു -60 കൊടുക്കുന്നു. ഇനി ഈ ടെക്സ്റ്റിനെല്ലാം നമുക്ക് റൊട്ടേഷൻ കൊടുത്തു നോക്കാം. ഞാൻ ഈ 4 ടെക്സ്റ്റുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ വന്നിട്ട് ടെക്സ്റ്റ് ഫ്രെയിം എന്നത് യെസ് ആക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ടെക്സ്റ്റിനും ഫ്രെയിം വന്നു കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഓട്ടോകാഡിലെ ടെക്സ്റ്റുകൾക്ക് ഫ്രെയിം കൊടുക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.